ജപ്പോട്ടക്കിനെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ലൈവ് ചെയ്യുന്നവർക്ക് ഒരു പണി കിട്ടിയിട്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് നമുക്ക് വാട്സപ്പിൽ സർവീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്ന് അന്നേരം നമ്മളെ ടെക്കാരെയാണല്ലോ കോൺടാക്ട് ചെയ്യുക. ഞാൻ നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് വീഡിയോ ചെയ്യുന്ന അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണ്, പെട്ടെന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു വെറുപ്പിച്ചുകൊണ്ട് പോകുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് എൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ സേവ് ആയി കിട്ടുന്നില്ല. യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് സേവ് ആകുന്നില്ല. അപ്പോൾ അത് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ സംഭവം ചേട്ടാ ഞാൻ എൻ്റെ ചാനൽ എന്തെങ്കിലും പ്രശ്നമാണോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സിന് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് പേര് ഒരേ സമയം ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ എററാന്നുള്ളത്. അതായത് ഇപ്പോൾ 2 ദിവസമായി ഈ സെയിം കാര്യം പറഞ്ഞു. ഞാൻ വിചാരിച്ചു 1-2 പേർക്ക് അത് തൽക്കാലത്തേക്ക് ശരിയാവും എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ലൈവ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഇൻഡിവിജ്വലിനെ അടിച്ച് എൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താകുന്നില്ല, നമ്മുടെ ആ വീഡിയോസ് ലൈവിനകത്തേക്ക് വരുന്നില്ല. അത് ചില ആൾക്കാർക്ക് വരുന്നുണ്ട്, കൂടുതൽ ആൾക്കാർക്കും വരുന്നില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഓക്കെ, അപ്പോൾ കൂടുതൽ ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് വരുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോണിറ്റൈസേഷൻ ആൾക്കാർക്കാണെങ്കിൽ സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടിയ ആൾക്കാരാണോ പൈസ കിട്ടിയേ, അത് അപ്ഡേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. ഓക്കെ, അതായത് നമുക്ക് കിട്ടിയ പൈസ ഇവിടെ അപ്ഡേറ്റ് ആകുന്നുണ്ടോ. ലൈവിൻ്റെ അകത്ത് നമുക്ക് ലൈവ് സേവ് ആയതിനു ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലൈവ് കിട്ടിയ പൈസകളൊക്കെ അതിൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് നമുക്ക് അവിടെ ഇങ്ങനെ കാണിക്കും, അല്ലെങ്കിൽ വീഡിയോസിൻ്റെ അകത്താണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കാണിക്കും. അത് അവിടെ അപ്ഡേറ്റ് ആകുന്നുണ്ടോ ടെൻഷൻ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ ആകാത്ത ആൾക്കാർക്കാണ്. അവർക്ക് ഈ ഒരു ലൈവിൻ്റെ വാച്ച് ടൈം കൗണ്ട് ആവുന്നുണ്ടോ എന്ന പ്രശ്നം. ഇത് നമുക്ക് തുടങ്ങിയിട്ട് ഇപ്പം 2 ദിവസം ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് 5 ദിവസം കഴിഞ്ഞാലേ നമുക്ക് ഇതിന് ഏൺ പേജിൻ്റെ അകത്ത് കമൻറ്റ് ഈ ഒരു വാച്ച് അവർ അപ്ഡേറ്റ് ആകുന്നുണ്ടോ നോക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഏൺ പേജിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ലൈവ് സേവ് ആകാത്തതിൻ്റെ മണിക്കൂർ അപ്ഡേറ്റ് ആകുന്നുണ്ടോ അറിയണമെങ്കിൽ 5 ദിവസം കഴിയണം. അതായത് നമുക്കറിയാം അവിടെ ഷോയിൻ ഡാറ്റ ഓഫ് ഡേറ്റ് കാണിക്കുന്നുണ്ടാവും ഏൺ പേജിൻ്റെ അകത്ത്. ആ ഡേറ്റിനുള്ളത് വരെ അവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം 5 ദിവസം കഴിഞ്ഞിട്ട് ഇന്നിപ്പം ചെയ്ത ലൈവിൻ്റെ 5 ദിവസം കഴിയുമ്പോൾ നമുക്ക് അവിടെ അപ്ഡേറ്റ് ആവുള്ളൂ. നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അത് മനസ്സിലാകത്തില്ല. ഇങ്ങനെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരിലും ഉള്ളത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ ഇത് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട എററും കാര്യങ്ങളാണ്. കാരണം ഇത് നിങ്ങളുടെ ലൈവും കാര്യങ്ങളൊന്നും എവിടെയും പോകാൻ ചാൻസ് ഇല്ല. കാരണം യൂട്യൂബിൻ്റെ അത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ 2-3 ദിവസം കൊണ്ട് എല്ലാം ക്ലിയർ ആക്കി തരുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത ലൈവൊക്കെ തിരിച്ച് വരാൻ ചാൻസ് ഉണ്ട്. ലൈവിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് അപ്ഡേറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് അത് യൂട്യൂബിൻ്റെ മാത്രം നിങ്ങളുടേതായ മാത്രമുള്ളൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമല്ല, അത് ഒരുപാട് പേർക്കുള്ള വിഷയമാണ്. അപ്പോൾ ഇത് നിങ്ങളിപ്പം വിചാരിക്കും എനിക്ക് ഈ പ്രശ്നമില്ല, എൻ്റെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ആകുന്നുണ്ട്, ആ വീഡിയോസ് യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുന്ന സമയത്ത് കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾക്കും ഇതേപോലെ വരാനുള്ള ചാൻസ് ഉണ്ട്. വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇട്ടത് കേട്ടോ. 1-2 പേർക്ക് വാട്സാപ്പ് കൂടെ റീപ്ലൈ കൊടുക്കുന്നതിനൊക്കെ നല്ലത് ഇങ്ങനെ ഒരു എറർ വരുന്ന സമയത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന വിചാരിച്ചാണ് വീഡിയോ ഇട്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.